അരയ്ക്ക് താഴേക്ക് പരിമിതികളുള്ള കുട്ടികളുടെ ഗേറ്റ് തെറാപ്പി മെച്ചപ്പെടുത്തുന്നതിനായി നൂതന സാങ്കേതിക വിദ്യയുമായി ജെൻ റോബോട്ടിക്സ് സ്റ്റാർട്ടപ്പ്. മുൻപ് ജി ഗേറ്റ് എന്ന പേരിൽ മുതിർന്നവർക്കായി നൂതന ഗേറ്റ് ട്രെയിനറെ വികസിപ്പിച്ച കമ്പനിയുടെ മെഡിക്കൽ രംഗത്തെ മറ്റൊരു നേട്ടമാണ് ജി ഗേറ്റ് പീഡിയാട്രിക്. ജി ഗേറ്റ് പീഡിയാട്രിക് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് അനാച്ഛാദനം ചെയ്യും. സെറിബ്രൽ പാൾസി, മസ്കുലർ ഡിസ്ട്രോഫി, സുഷുമ്നാ നാഡിക്കേറ്റ പരിക്കുകൾ തുടങ്ങിയ രോഗങ്ങൾ കാരണം നടക്കാൻ ബുദ്ധിമുട്ടുന്ന കുട്ടികളുടെ ചികിത്സയ്ക്കാണ് ജി ഗേറ്റ് പീഡിയാട്രിക് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പീഡിയാട്രിക് റോബോട്ടിക് ഗേറ്റ് ട്രെയിനറാണ് ജി ഗേറ്റ് പീഡിയാട്രിക്. ഇപ്പോൾ നിലവിൽ ഒരു കുട്ടീനെ ഒരു നടത്തം പരിശീലിപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ച് ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ജോബാണ്. അതുപോലെ അവർക്ക് റിപ്പീറ്റഡ് ആയിട്ട് ആ ഏർലി സ്റ്റേജിൽ തന്നെ അവർക്കത് പ്രോപ്പറായിട്ട് കൊടുത്താലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെയാണ് റോബോട്ടിക് അസിസ്റ്റഡ് ഗേറ്റ് ട്രെയിനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. പരമ്പരാഗത ഫിസിയോതെറാപ്പി രീതികളെ അപേക്ഷിച്ച് ജി ഗേറ്റിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, VR തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് രോഗിക്ക് ചികിത്സ നൽകാനും കാര്യക്ഷമമായ രീതിയിൽ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്താനും ജി ഗേറ്റിന് സാധിക്കും. നമ്മുടെ മൂവ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ബ്രെയിൻ ഡെവലപ്മെൻറ്റായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള നെർവ് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന എല്ലാ ടൈപ്പ് ഡിസീസസിനും ഒരുവിധം ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ന്യൂറോ റീഹാബിലിറ്റേഷൻ. അത് അതിൻ്റെ കണ്ടീഷൻസ് ഇമ്പ്രൂവ് ചെയ്യാനും ഡിറ്റോറിയേഷൻ റെഡ്യൂസ് ചെയ്യാനും കംപ്ലീറ്റ്ലി റിക്കവർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുക. അപ്പോൾ അതിനെ വളരെ ഫണ്ണായിട്ടുള്ള രീതിയിൽ എന്നാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾസ് വളരെ എഫിഷ്യൻറ്റും ക്വാളിറ്റേറ്റീവായിട്ട് സെറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ജി ഗേറ്റ് പീഡിയാട്രിക് ലോഞ്ച് ചെയ്യുന്നത്. നിലവിൽ ആസ്റ്റർ, കിംസ് ഉൾപ്പെടെ രാജ്യത്തെ പല പ്രമുഖ ആശുപത്രികളിലും തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലും മുതിർന്നവർക്കായിട്ടുള്ള ജി ഗേറ്റ് റോബോട്ടിക് ഗേറ്റ് ട്രെയിനറിന്റെ സഹായം ലഭ്യമാക്കിയിട്ടുണ്ട്. 2018 കേരള ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി തുടങ്ങിയ സ്റ്റാർട്ടപ്പായ ജെൻ റോബോട്ടിക് ഇന്നോവേഷൻ ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന റോബോട്ടിക് കമ്പനികളിൽ ഒന്നാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.